സ്വാഗതം. സയനക്കാട് റീഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരു വ്യക്തത കുറവുണ്ടെങ്കിൽ ഇന്ന് അതിന് വേണ്ടിയിട്ടൊരു സ്പ്രെഡാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് നമ്മൾ ക്ലാരിറ്റി സ്പ്രെഡ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് കാര്യമാണ് ഇപ്പോൾ താങ്കൾ അറിയേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ട്, എന്ത് കാര്യമാണ് സ്വീകരിക്കേണ്ടത്, എന്ത് കാര്യമാണ് ഇപ്പോൾ ഒഴിവാക്കേണ്ടത്, ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം അതല്ലെങ്കിൽ അടുത്ത ഏത് സ്റ്റേജിലേക്കാണ് നാം പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നാം ഇപ്പോൾ അറിയേണ്ടത് എന്ന് ഞാൻ ചോദിച്ച് നമ്മൾ എടുക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസിൻ്റെ കാർഡാണ്. ഇത് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം സെയിൻറ്റ് പോൾ എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ഡിസൈപ്പിളിനെ ഇങ്ങനെയാണ് ക്രൂസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ത്യാഗത്തിൻ്റെ ഒരു കാർഡാണ്, സാക്രിഫൈസിൻ്റെ ഒരു കാർഡാണ്, കാര്യങ്ങൾ വേറെ ആംഗിളിൽ കാണണം എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് താങ്കളോട് വരുന്നുണ്ടെങ്കിൽ താങ്കളോട് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തെ നോക്കി കാണുന്ന രീതിയിലല്ല കാണേണ്ടത്. കാരണം നിങ്ങൾക്കറിയാം, തലകുത്തിയിട്ടാണ് ഇയാൾ കിടക്കുന്നത്, നേരെ തിരിച്ചാണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ അറിയേണ്ടത് നമ്മൾ നോക്കുന്ന രീതിയിൽ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തിനാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്കിത് മൂൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. മൂൺ എന്ന് പറയുന്നത് ഭയത്തിനെ അതിജീവിക്കേണ്ട ഒരു കാർഡാണ്. നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും, ഇതാണ് നമ്മളെന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് മൃഗങ്ങളെ കാണാം. ഒരു ഭാഗത്തൊരു ഡോഗിനെയും ഒരു ഭാഗത്തൊരു വുൾഫ് അല്ലെങ്കിൽ ചെന്നായനെയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെയാണ് നമുക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ മൂന്നാണ് സമയം, രാത്രിയും പകലും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സമയമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഭയം തോന്നും. അപ്പോൾ നമ്മൾ എന്തിനാണ് എംബ്രേസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. കാരണം ഈ ഡോഗ് എന്ന് പറയുന്ന യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്. ഈ ഡോഗ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇതിൽ നിന്ന് നിങ്ങൾ ഇതാക്കും. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു ഭയത്തിനെ തോന്നും, ഭയത്തിനെ അതിജീവിക്കണം എന്നാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാർഡ് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് സോർട്സ് എന്ന് പറയുന്നത് എന്താ പറയുക, എടുത്ത് ചാടി ചെയ്യുന്ന ഒരാളെയാണ്. എന്തോ നേടാൻ വേണ്ടി വളരെ വേഗത്തിൽ, കുതിര പോലും എന്താ പറയുക പേടിച്ചതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും എടുത്ത് ചാടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് എന്താണ് നമ്മുടെ ജീവിതത്തിലെ സ്റ്റേജ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നുള്ളത് കിങ് ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. കിങ് ഓഫ് സോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിശക്തിയുടെ, ക്ലാരിറ്റിയുടെ, കമ്മ്യൂണിക്കേഷൻ്റെ രാജാവ് എന്നാണ് പറയുന്നത്. അതായത് മൂലകം വായു എന്ന് പറയുന്ന മൂലകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇതിലേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. പക്ഷേ അതിനവിടേക്ക് എത്തണമെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കാണുന്നതിൽ നിന്നും നേരെ തിരിഞ്ഞ കാര്യങ്ങൾ കാണണം. ഭയത്തെ നാം ഒഴിവാക്കണം, ഭയത്തെ മറികടക്കാൻ പഠിക്കണം. ഇത് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യരുത്, വളരെ ചിന്തിച്ചേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് താങ്കൾക്ക് വ്യക്തത സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തത കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ രാവിലെ കാണാം.